നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പോയിട്ടുള്ളത് ഞാനും വൈഫും എൻ്റെ മോനും കൂടിയാട്ടോ പോയത്. ഞങ്ങൾ പോയത് നമ്മളെ അനിയത്തിൻ്റെ കുട്ടീൻ്റെ ബർത്ത്ഡേക്കാണ്. അപ്പോൾ അവൻ്റെ പേര് ഋതുനന്ദ് എന്നാണ് കേട്ടോ. അങ്ങനെ എന്താ പറയുക, അവൻ്റെ ഒന്നാമത്തെ പിറന്നാളാണ്. അപ്പോൾ എൻ്റെ കുട്ടീൻ്റെ പിറന്നാളിന് അവർ വന്നിരുന്നു. അപ്പോൾ നമ്മൾ ഗിഫ്റ്റൊക്കെ മേടിച്ച് ഞങ്ങളവിടേക്ക് പോയിട്ടോ. അങ്ങനെ ഇപ്പോൾ കേക്ക് മുറിച്ച് കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ അതിൻ്റെ പരിപാടിയിലൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ എന്താ പറയുക, ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ എന്താ പറയുക വരുന്ന വഴിക്ക് കുറേ എക്സ്പ്ലോർ ചെയ്തൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കായിരുന്നു. അവിടെ ആണെങ്കിൽ നമ്മുടെ സാനപ്പൻ, എൻ്റെ മോൻ സാനപ്പൻ, വൈഫും. അപ്പം സാനപ്പൻ എന്താ പറയുക നല്ല കളിയാണ്, കണ്ടോ ഒരു ചിരി കണ്ടോ. അങ്ങനെ അവൻ ഫുഡിനിരിക്കും ഭയങ്കര ചിരിയായിരുന്നു. ഈ ചിരിയൊക്കെ പോകും, ഫുഡ് വന്നു കഴിഞ്ഞാൽ ചിരിയൊക്കെ അടുത്ത് പോകും കേട്ടോ. അങ്ങനെ അമ്മേൻ്റെ അനിയത്തിൻ്റെ മക്കൾ 2 പേര് വേറെ വന്നിട്ടുണ്ടായിരുന്നു, ചെറുപ്പമുള്ളതും പിന്നെ ഒന്ന് മറ്റേ പാറമുള്ളതും. അപ്പം അവർ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരോടൊക്കെ അങ്ങനെ സംസാരിച്ച് അപ്പോഴത്തേക്ക് ഇതാ ഉപ്പ് വന്നു. ഉപ്പ് വിളമ്പും നമ്മളെ വേറൊരു ചെറിയമ്മൻ്റെ മോനാണ്. അവന് PSC ഒക്കെ ചെയ്തുകൊണ്ടിരിക്കട്ടില്ല, മീശയൊക്കെ വെച്ചിട്ട് പോലീസിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ട്. അങ്ങനെ ഞങ്ങൾ അടുത്ത് ഉപ്പൊക്കെ വിളമ്പി. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങി വരുന്ന വഴിക്ക് ഞങ്ങളൊരു മാങ്ങ കഴിച്ചിട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ വരുന്ന വഴിക്ക് അവിടെ റോഡ് സൈഡിലൊരു നല്ലൊരു ഉപ്പിലിട്ട മാങ്ങയും കാണലൊക്കെ ഉണ്ട്. അപ്പോൾ അത് വാങ്ങിയിട്ട് നല്ല അടിപൊളി സ്ഥലമാണ് അത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഉപ്പിലിട്ട മാങ്ങ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വാങ്ങിയിട്ട് ഞാൻ തിന്നിട്ടില്ല, എനിക്കത് കാണുമ്പോൾ തന്നെ പല്ല് വിളിക്കും. പിന്നെ സാനപ്പനത് ഭയങ്കര ഇഷ്ടമായി തോന്നുന്നുണ്ട്. സാനപ്പൻ അതാകും അതോ രസമല്ലേ. അങ്ങനെ അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളത് കാണാൻ വേണ്ടിയിട്ട് തന്നെ കുറേ നേരം നോക്കിയിരുന്നു കേട്ടോ. അങ്ങനെ നല്ല രസമുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട്. അവൻ്റെ ആ എക്സ്പ്രഷനൊക്കെ, പുളി തിന്നിട്ട് കണ്ടോ കണ്ണൊക്കെ അടച്ചിട്ട്. അപ്പോൾ ഭയങ്കര രസമായിരുന്നു അത്. അങ്ങനെ ഒരു അടിപൊളി കടയാട്ടോ അത്. നല്ല രസമുള്ള ഒരു ഹിന്ദിക്കാരനാണ് അവിടെ ഉള്ളത്, ബംഗാളിയാണ്. അപ്പോൾ നല്ലൊരു കടയാണ്. ബാക്ക് സൈഡിലാണെങ്കിൽ അടിപൊളി നല്ല എന്താ പറയുക നല്ല അടിപൊളി സ്ഥലമാണ്, വൃത്തിയുള്ള സ്ഥലമാണ്. അങ്ങനെ ഞങ്ങളവൻ മാങ്ങയും കടിച്ച് അങ്ങനെ പുളി ഇങ്ങനെ ആസ്വദിച്ചിരിക്കുന്നത് അങ്ങനെ നോക്കിയെന്ന്. അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ വേറൊരു സാധനം കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അപ്പുറത്ത് വേറെ സംഭവം ഉണ്ടായിരുന്നു, അത് കഴിക്കുമ്പോൾ അത് കാണാം കേട്ടോ. എക്സ്പ്രഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് കേട്ടോ സാധനം. ഇത് ഞാനൊന്ന് കഴിച്ച്, പക്ഷെ അതൊരു ടേസ്റ്റ് എന്ന് പറഞ്ഞൊരു ഇളനീൻ്റെ ഒക്കെ ടേസ്റ്റ്, പക്ഷെ ഒരു ജെല്ലി പോലത്തെയാണ്. അപ്പം ഞാനിത് ആദ്യമായിട്ട് അവിടെ കഴിക്കണത്. ഞാൻ കുറേ കാണല്ലോ, പക്ഷെ ഇതുവരെ വാങ്ങിയിട്ടില്ല. അപ്പം ഇന്നാണെന്ന് വാങ്ങിയത്. അത് സാധനപ്പിന് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നുണ്ട്, കാരണം മാങ്ങ അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇത് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ ഞാനത് കഴിച്ചിട്ടു. എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്കും അത്ര ഒന്നും ഇഷ്ടപ്പെട്ടില്ല. എന്തായാലും ഞാനത് കഴിച്ചു. അത് കഴിഞ്ഞ് ഞാൻ അവന് കുറച്ച് വാരി കൊടുത്ത് അവൻ തിന്നു. അങ്ങനെ അതും കഴിഞ്ഞ് സാനപ്പന് ചെരുപ്പ് അങ്ങനെയാണ്. സാനപ്പൻ എപ്പോഴും പുറത്ത് കളിക്കണം, അപ്പോൾ കാലിൽ ചെരുപ്പില്ല, നടക്കാനായിട്ടില്ല പക്ഷി, എന്നാലും അവൻ്റെ കാലിൽ പുറത്തേക്ക് ഇറങ്ങി അവൻ എങ്ങനെ നടക്കണം. അപ്പോൾ അവനൊരു ചെറിയ ലൈറ്റ് വെയിറ്റായുള്ളൊരു ചെരുപ്പ് മേടിച്ചെടുക്കാൻ വേണ്ടി വിചാരിച്ചാൽ ആദ്യം PP ഉള്ള ചെരുപ്പാണ് പ്ലാൻ ചെയ്തത്. പിന്നെ അത് ഒഴിവാക്കിയിട്ട് എന്താ പറയുക ഒരു നോർമലി ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു ചെരുപ്പാണ് ഞങ്ങൾ എടുത്തെടുത്തത്. അങ്ങനെ അതവന് ഭയങ്കര ഇഷ്ടമായി. അവൻ ചെരുപ്പ് കണ്ട അവന് കാലിൽ ചെരുപ്പിടണം. അങ്ങനെ ചെരുപ്പൊക്കെ ഇട്ട് ഇപ്പോൾ ആശാന് ചെരുപ്പിട്ട് ഭയങ്കര ഹാപ്പി ആട്ടോ, ഭയങ്കര ഹാപ്പിയാണ് ആശാൻ. അങ്ങനെ ഞങ്ങൾ ചെരുപ്പ് വാങ്ങി. എൻ്റെ അമ്മ സുമി ചെരുപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആശാൻ്റെ മോൻ കണ്ടില്ലേ എന്തൊരു ഹാപ്പിയാണ്. അപ്പോൾ വീട്ടിൽ പോയിട്ട് ഫുള്ള് തകർക്കാനുള്ളതാണ്, ചെരുപ്പ് ഇട്ടിട്ട് ഓടി കളിക്കാനുള്ള കുഞ്ഞാക്കി. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് അവൻ്റെ ഫീഡിങ് ബോട്ടിലും കാര്യങ്ങളും വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഫീഡിങ് ബോട്ടിലും കാര്യങ്ങളും വാങ്ങാൻ പോയിട്ട് നല്ല സംഭവം നടന്നത്. കാരണം വെച്ചാൽ ആശാൻ ഫുഡ് കഴിക്കുന്നത് അവിടുത്തെ കടക്കാരൻ. അങ്ങനെ മൂപ്പര് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ പോയത്. അപ്പോൾ സാധനം കിട്ടി. അങ്ങനെ ഞങ്ങൾ ചേഞ്ച് ഇല്ല ഞങ്ങൾ എടുത്ത്. അപ്പോൾ ഞങ്ങൾ കൈയൊന്നും വാഷ് ചെയ്തില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ പതുക്കെ എടുത്താൽ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ അവിടെയുള്ള ഒരു പാത്രങ്ങളും കാര്യങ്ങളൊക്കെ സാധനപ്പം എടുത്ത് കാണിച്ചിട്ടുണ്ട്. സാധനപ്പം വലിച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടോ പിന്നെ ചൂലും കാര്യങ്ങളും കുറേ സാധനം വാങ്ങി വണ്ടി ഫുൾ ലോഡ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു.